Namah Shivaya. Om 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 Namah Shivaya. ഋഷി ഗൗതമനും പത്നി അഹല്യയും Om Namah Shivaya. 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 നാരായണ നാരായണ. Om Namah Shivaya. 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 നാരായണ നാരായണ. Om Namah Shivaya. 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 ശിവലീല ആർക്കാണ് മനസ്സിലാവുക? Om Namah Shivaya. നാരായണ നാരായണ. നാരായണ നാരായണ. ഓം നമ ശിവായ. പറയൂ നാരദ, എവിടെ ലീല രചിച്ചു വരുന്നു? പ്രഭു, അവിടുന്ന് രചിച്ച ലീലകൾ വ്യാപിച്ചിരിക്കുമ്പോൾ നാരദ ലീലയ്ക്ക് അവസരം ലഭിക്കുന്ന പ്രശ്നമേ വരുന്നില്ല. ഞാൻ അങ്ങയുടെ അത്ഭുത ലീല ദർശിച്ചു വരികയാണ്. എന്തിനാണാവോ ബ്രഹ്മദേവൻ താങ്കൾക്ക് നാരദനെന്ന് നാമകരണം ചെയ്തത്? താങ്കളുടെ നാമം ലീലാകാരിയെന്നോ ലീലാദർശകനെന്നോ ആകേണ്ടിയിരുന്നു. എന്നാൽ പറയൂ, താങ്കൾ എന്താണ് ദർശിച്ചത്? ദേവി, അത്യന്തം ദാരുണ ദൃശ്യമാണ് കണ്ടത്. പറയൂ നാരദ, എന്താണ് ദർശിച്ചത്? വാക്കുകൾ അശക്തങ്ങളാണ് വിശ്വനാഥ. ഋഷി ഗൗതമനും അദ്ദേഹത്തിന്റെ പത്നി അഹല്യയ്ക്കും ഗോഹത്യാ പാപം ആരോപിക്കപ്പെട്ട് കഠിനമായ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരികയാണ്. ആരാണ് അവരിൽ അങ്ങനെ ഗോഹത്യാ പാപം ആരോപിച്ചത്? സഹ്യാദ്രി പ്രദേശത്തെ ഋഷികളും അവരുടെ പത്നിമാരും. ഇത് അനർത്ഥമാണ്. അന്യായമാണ് ദേവി, അന്യായം. ഈ അന്യായം ഭഗവാൻ വിശ്വനാഥൻ നിർവികാരനായി കണ്ടിരിക്കുകയാണ്. നാരദ, ജഗത്തിലെ സാധാരണ ജീവന്മാർക്ക് ന്യായമായോ അന്യായമായോ ദൃശ്യമാകുന്ന സംഭവങ്ങൾ മൂലപ്രകൃതിയുടെ രചനകൾ മാത്രമാണ്. ഗൗതമനും അഹല്യയും ധർമ്മത്തിന്റെ മാർഗത്തിൽ കീർത്തിമുദ്രകൾ പതിപ്പിക്കാൻ പോകുന്നു. പ്രായശ്ചിത്തം എന്ന പേരിലുള്ള അവരുടെ കർമ്മം പൂർത്തിയാകുമ്പോൾ അവരുടെ നാമം ധാർമ്മിക ലോകത്തിൽ അമരത്വം നേടും. അവർ രണ്ടും സർവോത്തമ യശസ്സിന് പാത്രങ്ങളാകും. അതെങ്ങനെ ഭഗവാനെ? നാരദ, മറ്റുള്ളവരോട് ക്ഷമ വേണമെന്ന് താങ്കൾ ഉപദേശിക്കാറുണ്ടല്ലോ, അത് സ്വയം പ്രാവർത്തികമാക്കാനും ശ്രമിക്കൂ. നാരായണ നാരായണ. Om Namah Shivaya. 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 ഇത്ര ആരാധന ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ലല്ലോ. എങ്ങനെ ലഭിക്കും? ഗോഹത്യാ പാപം മൂലം സർവ്വ തപസ്സും വ്യർത്ഥമായി കഴിഞ്ഞിരിക്കുന്നല്ലോ. നിങ്ങളുടെ പ്രായശ്ചിത്തം പൂർണ്ണമായിരുന്നെങ്കിൽ ഗംഗ ഇവിടെ തീർച്ചയായും പ്രത്യക്ഷപ്പെടുമായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ വസിക്കാനുള്ള ഒരു അവകാശവുമില്ല. പോകണം ഇവിടുന്ന്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇത്രയ്ക്ക് അഹങ്കാരമോ? പറഞ്ഞാ കേക്കില്ലേ? പോകാനല്ലേ പറഞ്ഞത്? ഓം നമഃ ശിവായ. 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 ഓം നമഃ
ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം മഹർഷി ഗൗതമ, ദേവി അഹല്യേ, ശിവായ ഓം നമ ഭഗവാൻ ശിവൻ. ദേവി പാർവതി, നിങ്ങൾ ശാന്ത മനസ്സോടെ സർവ പ്രതികൂല പരിതസ്ഥിതികളെയും വിപത്തുകളെയും തരണം ചെയ്തു. ഒപ്പം നമ്മെ ആരാധിച്ചു. നാം നിങ്ങളിൽ പ്രസന്നനാണ്. നിങ്ങൾ ധന്യരാണ്. ഋഷിവരൻ ഗൗതമ, ദേവി അഹല്യേ, നിങ്ങൾ ധന്യരാണ്. നിങ്ങൾ ഇരുവരും ശിവാരാധന ചെയ്ത് ഞങ്ങൾ മൂവരെയും പ്രസന്നരാക്കി. നിങ്ങളുടെ തപസ് അന്യ ഋഷിമാർക്ക് ആദരണീയമാണ്. നിങ്ങളുടെ ശിവാരാധന ഞങ്ങൾ മൂവർക്കും ലഭ്യമായി. അതിനാൽ ഞങ്ങൾ 3 പേരും വരം നൽകുവാൻ ഉത്സുകരാണ്. ആവശ്യപ്പെടാതെ തന്നെ സർവവും ലഭിച്ചു കഴിഞ്ഞു. ഹരി, ഹരൻ, ബ്രഹ്മദേവൻ, നിങ്ങൾ മൂവരുടെയും ദേവി പാർവതിയുടെയും ദർശനത്തിനുമുപരിയായി മറ്റെന്തൊരു ഇച്ഛയാണ് ഉണ്ടാകുക ഭഗവാൻ? പക്ഷേ പരംപിതാവേ, ഋഷിമാരുടെ നിർദ്ദേശാനുസരണം ഞങ്ങളുടെ പ്രായശ്ചിത്തം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഗംഗാജലത്തിൽ സ്നാനം ചെയ്യേണ്ടതുണ്ട്. അടിയന്റെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ഗോഹത്യാപാപത്തിൽ നിന്ന് മുക്തരാക്കുവാൻ വേണ്ടി ഗംഗാമാതാവിനെ ഇവിടേക്ക് ആനയിച്ചാലും. ദേവി അഹല്യേ, ഗോഹത്യാപാപം എന്ന് നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞുവല്ലോ. ആ പാപം നിങ്ങളിൽ ആരോപിക്കപ്പെട്ടതാണ്. അസൂയാലുക്കളായ വിദ്വേഷികളായ ഋഷികളുടെയും പത്നിമാരുടെയും ഗൂഢാലോചനയായിരുന്നു അത്. അവർ ഋഷി ഗൗതമനെ കളങ്കപ്പെടുത്തി. ദേവേശ്വര, ഈ പാപികൾക്ക് ഉചിതമായ ദണ്ഡന നൽകണം. വേണ്ട ദേവേശ്വര, ഇവർ ദണ്ഡന അർഹിക്കുന്നില്ല. നമ്മുടെ കൃതജ്ഞതയ്ക്ക് പാത്രങ്ങളാണ്. ഇവർ നമ്മെ പ്രായശ്ചിത്തം ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ ത്രിമൂർത്തികളുടെ ദർശനം ലഭിക്കുമായിരുന്നില്ല. അവരുടെ കൃപയുടെ പരിണാമത്തിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കൃപയും ദർശനവും ലഭ്യമായത്. ഇവരോട് ക്ഷമിക്കണമേ ഭഗവാൻ, ക്ഷമിക്കണമേ. ദേവി പാർവതി, ഭഗവാൻ സദാശിവ, ഞങ്ങളുടെ പ്രായശ്ചിത്തം പൂർണ്ണമാകണമെങ്കിൽ ഗംഗ ഇവിടെ പ്രത്യക്ഷപ്പെട്ടേ മതിയാകൂ. ഋഷിമാരുടെ വാക്കുകൾ അനുസരിച്ച് ഗംഗയിലെ പവിത്രജല സ്പർശത്താലേ ഞങ്ങൾ പരിശുദ്ധരാകുകയുള്ളൂ. അപ്പോൾ ജനഹിതത്തിനായി ഗംഗയെ അവതരിപ്പിച്ചാലും പ്രഭു. താങ്കൾ മഹാനാണ് മഹർഷി ഗൗതമ. സഹനശീലത്തിന്റെയും ക്ഷമാശീലത്തിന്റെയും പ്രതിരൂപമാണ് താങ്കൾ. അഹിതം, ശത്രുഭാവം ഇവ പ്രകടിപ്പിക്കുന്നവരുടെ ജീവന്മാർ ഹിംസാഭാവം കാണിക്കുന്നു. പക്ഷെ താങ്കൾ സ്നേഹം, സഹിഷ്ണുത, ക്ഷമാഭാവം, ലോകഹിതം എന്നീ ആദർശഭാവങ്ങൾ പ്രകടിപ്പിച്ചു. ജഗത്തിന് മുഴുവൻ താങ്കൾ ഗുരുസ്ഥാനീയനായി. അതും അങ്ങയുടെ കൃപയുടെ ഫലമാണ് ഭഗവാൻ. ഗംഗ പ്രത്യക്ഷപ്പെട്ടാലും ദേവേശ്വര, എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും. ദേവി ഗംഗെ, മഹാഋഷി ഗൗതമന്റെയും അദ്ദേഹത്തിന്റെ പത്നി അഹല്യാദേവിയുടെയും ആഗ്രഹം മാനിച്ച് ഗോമതി എന്ന പേരിൽ ഈ ജലകുണ്ഡത്തിൽ നീ വസിക്കണം. അതിനുശേഷം അതിൽ നിന്ന് പൂർവദിക്കിലേക്ക് പ്രവഹിക്കുകയും വേണം. ബ്രഹ്മഗിരിയിൽ നിന്ന് പൂർവ്വസമുദ്രം വരെ നിന്റെ പ്രവാഹം ജനഗണങ്ങൾക്ക് മംഗളം വരുത്തും. ത്രിമൂർത്തികളുടെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ ഞാൻ ഒരുങ്ങുകയില്ല, ശക്തിയുമില്ല. ഇത് പിന്നെ ലോകനന്മയ്ക്കുള്ള കാര്യവുമാണ്. അത് ഞാൻ സഹർഷം നിർവഹിക്കും. പക്ഷേ ഈ ലോകമംഗളമായ കർമ്മത്തിനു വേണ്ടി എനിക്ക് അങ്ങയുടെ ഒരു വാഗ്ദാനം ആവശ്യമുണ്ട് ദേവേശ്വര. എന്തു വാഗ്ദാനം ഗംഗേ? പറയാം. നിങ്ങൾ ത്രിമൂർത്തികൾ, ബ്രഹ്മാവ്, വിഷ്ണു, ഒപ്പം മഹേശ്വരൻ, ദേവി പാർവതി സഹിതം
ഗൗതമ ഋഷിയാൽ ആരാധിക്കപ്പെട്ട ഈ ശിവലിംഗത്തിൽ എന്നേക്കുമായി നിവസിക്കണം. തീർച്ചയായും നാം നിന്റെ സദ്ഭാവനാപൂർണമായ കാമന പൂർത്തീകരിക്കും. ഞങ്ങൾ ത്രിമൂർത്തികൾ പാർവതി സമേതം ഈ ശിവലിംഗത്തിന് ഞങ്ങളുടെ ജ്യോതികൾ പ്രദാനം ചെയ്യുന്നു. ഇനി ഈ പരമപാവന ജ്യോതിർലിംഗം ത്രയംബകേശ്വര ജ്യോതിർലിംഗം എന്ന നാമത്തിൽ പ്രസിദ്ധമാകും. വൈവസ്വത മന്വന്തരത്തിൽ 28-ാം കലിയുഗത്തിൽ ജനഗണങ്ങളുടെ കാമനകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും.